കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയത്തിൽ നിലകൊള്ളുന്ന ആറ്റുകാൽ അമ്മയുടെ ക്ഷേത്രം, സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ഈ പുണ്യസ്ഥലം വിശ്വാസത്തിന്റെയും ശക്തിയുടെയും പ്രതീകമാണ്. ആറ്റുകാൽ ദേവിയെ പലരും കണ്ണകിയുടെ അവതാരമായി വിശ്വസിക്കുന്നു. തമിഴ് മഹാകാവ്യമായ ചിലപ്പതികാരത്തിലെ ധീരസ്ത്രീ, അന്യായത്തിനെതിരെ പൊരുതിയ അഗ്നിസ്വരൂപിണി. ഭർത്താവിനെ അന്യായമായി വധിച്ചപ്പോൾ കണ്ണകി ക്രോധാഗ്നിയായി മധുരയെ ദഹിപ്പിച്ചു എന്നാണ് കഥ. ആ ശക്തി പിന്നീട് ശാന്തരൂപത്തിൽ കേരളത്തിലേക്ക് എത്തി ആറ്റുകാലിൽ ദേവിയായി പ്രത്യക്ഷപ്പെട്ടു എന്നാണ് വിശ്വാസം. കിള്ളിയാർ നദീതീരത്ത് ഒരു ചെറിയ പെൺകുട്ടിയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട ദേവിയെ ഒരു വൃദ്ധൻ വീട്ടിലെത്തിച്ചു. പിന്നീട് അവൾ ദിവ്യരൂപം സ്വീകരിച്ച് ഇവിടെ എന്റെ സന്നിധി പണിയുക എന്ന് അനുശാസിച്ചു. അങ്ങനെയാണ് ആറ്റുകാൽ ക്ഷേത്രം ഉണ്ടായത്. ആറ്റുകാൽ ദേവിയെ ശക്തി സ്വരൂപിണിയായ ഭദ്രകാളിയായും ആരാധിക്കുന്നു. അസുരശക്തികളെ നശിപ്പിക്കുന്ന ദേവി, ധർമ്മത്തെ നിലനിർത്തുന്ന മാതൃശക്തി. പുരാണ കഥകൾ പ്രകാരം മഹിഷാസുരൻ എന്ന അസുരൻ ലോകത്തെ പീഡിപ്പിച്ചപ്പോൾ ദേവി ഭദ്രകാളി രൂപത്തിൽ അവനെ സംഹരിച്ചു. മഹിഷാസുരനെ വധിച്ചത് ദേവിയുടെ അതിജയ ശക്തിയുടെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. ഇതിനൊപ്പം മറ്റൊരു വിശ്വാസകഥയും ജനപ്രചാരത്തിലുണ്ട്. ഒരു കാലത്ത് പ്രദേശത്ത് വസൂരി പോലുള്ള മഹാമാരി പടർന്നപ്പോൾ ജനങ്ങൾ ആറ്റുകാൽ അമ്മയെ പ്രാർത്ഥിച്ചു. ദേവിയുടെ കൃപയാൽ രോഗം ശമിച്ചു എന്നാണ് വിശ്വാസം. അതുകൊണ്ടാണ് ആറ്റുകാൽ അമ്മയെ രോഗശാന്തിദായിനിയായും ആരാധിക്കുന്നത്. അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ ദുരിതങ്ങളും രോഗങ്ങളും മാറും എന്ന വിശ്വാസം ഇന്നും ശക്തമാണ്. ഈ ദേവിയുടെ മഹിമയോട് ചേർന്നതാണ് ലോക പ്രശസ്തമായ ആറ്റുകാൽ പൊങ്കാല. മീനമാസത്തിലെ പൗർണമി ദിനത്തിൽ ലക്ഷക്കണക്കിന് സ്ത്രീകൾ ഒരുമിച്ച് പൊങ്കാല സമർപ്പിക്കുന്നു. മൺചട്ടികളിൽ അരിയും ശർക്കരയും തേങ്ങയും ചേർത്ത് പാകം ചെയ്യുന്ന പൊങ്കാല, അത് വെറുമൊരു നൈവേദ്യമല്ല, സമർപ്പണത്തിന്റെ പ്രതീകമാണ്. പൊങ്ങി ഉയരുന്ന പൊങ്കാല സമൃദ്ധിയുടെ അടയാളമായി കണക്കാക്കപ്പെടുന്നു. ക്ഷേത്രത്തിലെ പണ്ടാരടുപ്പിൽ നിന്നുള്ള തീ പകരുമ്പോൾ നഗരമെങ്ങും ഒരേ സമയം ആയിരങ്ങൾ തീ കത്തിക്കുന്ന ദൃശ്യം, അത് ഭക്തിയുടെ മഹാസമുദ്രമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സ്ത്രീ സമൂഹ മതചടങ്ങായി ഇത് ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടിയിട്ടുണ്ട്. അഗ്നിസ്വരൂപിണിയായ കണ്ണകിയായി, മഹിഷാസുരനെ സംഹരിച്ച ഭദ്രകാളിയായി, രോഗശാന്തി നൽകുന്ന അമ്മയായി ആറ്റുകാൽ അമ്മ ഇന്നും ലക്ഷങ്ങൾക്ക് കരുണയുടെയും ശക്തിയുടെയും പ്രതീകമാണ്.